സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനുണ്ടല്ലോ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫണ്ണി എക്സ്പീരിയൻസ്, ഞാനൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായ ഒരു ഫണ്ണി എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് കുറെ കമന്റ്സ് വന്നായിരുന്നു. അതിലകത്ത് ഒരു കമന്റ്, അതും ഫേസ് ഒന്നും റിവീൽ ചെയ്യാത്ത, ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ, ഫേസ് ഒന്നും റിവീൽ ചെയ്യാത്ത അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ഫോളോവേഴ്സ്, 0 ഫോളോയിങ്, 0 പോസ്റ്റ് ഉള്ള ഒരു അജ്ഞാതൻ ഓർ അജ്ഞാത കമന്റ് ഇട്ടേക്കുവാണ്. സോ യു ആർ പാർട്ട് ഓഫ് CJP, എന്നിട്ടൊരു ചിരിക്കുന്ന ഇമോജി ആൻഡ് എ ക്ലോൺ ഇമോജി. ആ ക്ലോൺ ഇമോജി കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോയി എന്ന് പറയാൻ വേണമെങ്കിൽ. സോ CJP ഇനി എന്താണെന്ന് അറിയാത്തവർക്കാണ്, CJP എന്ന് വെച്ചാൽ കോക്രോച്ച് ജനതാ പാർട്ടി. അത് ഒരു ഒഫീഷ്യൽ പാർട്ടി ഒന്നുമല്ല. ഇപ്പൊ റീസെന്റ് ഈ മെയ് മാസത്തിൽ 15th അങ്ങാണ്ട് തോന്നുന്നു ഒരു രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് CJP. അത് എസ്പെഷ്യലി ഇപ്പോഴത്തെ യൂത്തിനുള്ളൊരു സംഭവമാണ്. അത് എന്തുകൊണ്ടാണ് ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫോർമൽ ചീഫ് ജസ്റ്റിസ് ഇന്നത്തെ യൂത്തിനെ, ഐ മീൻ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനെ കോക്രോച്ചസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. മീൻസ് ഇതുവരെ ഒരു ജോലിയിലും ഫിറ്റ് ആവാത്ത, അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കുന്ന യൂത്ത് കോക്രോച്ചസിനെ പോലെ പെറ്റുപെരുകുന്നതാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, അഭിസംബോധന ചെയ്തു. അല്ലെങ്കിൽ ഇപ്പത്തെ യൂത്തിനെ കോക്രോച്ചസുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഒരു കമ്പാരിസനോടൊരു പ്രതികരണം എന്നുള്ള പോലെ ഒരാള് ക്രിയേറ്റ് ചെയ്ത ട്വിറ്റർ, ഐ മീൻ എക്സിൽ, ഇപ്പൊ ട്വിറ്റർ അല്ല, എക്സിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. സോ ഈ കമന്റ് ഇട്ട ആളുടെ ഒരു ഇതില് ആള് പറഞ്ഞ സത്യമാണ്. ഓഫ് കോഴ്സ് ഐ എം പാർട്ട് ഓഫ് CJP, ബട്ട് വൈ ദാറ്റ് ക്ലോൺ ഇമോജി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുകയാണെങ്കിൽ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത് ആരും തന്നെ, ഞാൻ 99% ആൾക്കാർ ഒരിക്കലും ചുമ്മാ വീട്ടിലിരിക്കുന്നതല്ല. ഇപ്പൊ എന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ ലിങ്ക്ഡിൻ, ഞാനുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വലിയ സംഭവമാണെന്ന് വലിയ സംഭവം ഒന്നുമല്ല. പക്ഷെ ഞാൻ അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള, ഇൻസ്റ്റാഗ്രാമിൽ അത്രയും അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അതെല്ലാം ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് 1 ഇയർ അപ്സ്കിൽ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലിങ്ക്ഡിൻ, നൗക്രി, അംബിഷൻ ബോക്സ്, ഗ്ലാസ് ഡോർ, പിന്നെ ഏതാ ഇന്ത്യയുടെ ഞാൻ പറഞ്ഞു, ലിങ്ക്ഡിൻ, നൗക്കറിയില്ല ഞാൻ പറഞ്ഞു. ഇത്രയും സാധനത്തിൽ ഞാൻ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്യുക, കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, റെഫറൻസ് ചോദിക്കുക. റെഫറൻസ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ചോദിക്കാറുള്ളൂ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ വാസ് അപ്ലൈയിങ് ഫോർ ജോബ്. അത് തന്നെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുകയാണെന്നുവെച്ചെങ്കിൽ, ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ടീച്ചറുടെ, ഒരു ഫിസിക്സ് ടീച്ചർ പറഞ്ഞായിരുന്നു, എന്തൊക്കെ എടുത്തു കഴിഞ്ഞാലും ബിടെക് എടുക്കാൻ നിൽക്കണ്ട. കാരണം ബിടെക് അതൊരു ഫണ്ണി സ്റ്റോറി ആണ്, ആള് ഉണ്ടാക്കി പറഞ്ഞ സ്റ്റോറിയാണോ അതോ റിയൽ സ്റ്റോറിയാണോ, അയാളുടെ ലൈഫിൽ നടന്നത്, ഐ മീൻ സാറിന്റെ ലൈഫിൽ നടന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞ സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാരൻ ഒരു സർക്കസിന് പോയ സമയത്ത് സാറ് പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റിനെ അവിടെ നിന്ന് മീറ്റ് ചെയ്തു. അപ്പൊ എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ സർക്കസിൽ മറ്റേ ഫുൾ ബോഡി നമ്മളിങ്ങനെ മറ്റേ ഒരു സാധനം ഇട്ട് നിൽക്കില്ലേ, ഈ ആനേന്റെയും കുതിരേന്റെ ഒക്കെ വേഷമിട്ട് നിൽക്കുന്ന ഇതുണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ, ആ ആളിൽ ഒരാളായിട്ട് നിൽക്കുകയാണ് സാറ് പഠിപ്പിച്ച ഈ സ്റ്റുഡന്റ്. അതും ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആ ഒരു സ്റ്റുഡന്റിനെ സാറ് കാണാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വേഷത്തിൽ. അപ്പൊ ആളുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി അയാൾക്ക് 200 രൂപ കിട്ടും, അതാണ് അയാളുടെ സാലറി. പക്ഷെ അറൌണ്ട് 12 hours ഈ വേഷത്തിൽ പുള്ളിക്കാരൻ നിൽക്കണം, അതാണ് അങ്ങേരുടെ ജോലി. അപ്പൊ സാറിന് ഭയങ്കര സങ്കടമായി പോയി, ഇത്രയും പഠിക്കുന്ന, ഇത്രയും കാലിബർ ഉള്ള കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത്. അപ്പം ചോദിച്ചു വന്നപ്പം ആ സ്റ്റുഡന്റ് പറയാണ്, ഞാൻ അത്യാവശ്യം നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ബിടെക്കിലും അത്യാവശ്യം നന്നായിട്ട് പഠിച്ചതാണ്, പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ പുറത്തൊന്നും പോവാനുള്ള ഒരു ഫിനാൻഷ്യൽ ഇതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ജോലിക്ക് വന്നേക്കാണ്, ഇല്ലെങ്കിൽ വീട് പട്ടിണിയാവുന്നത്. സോ അത്രയും പഠിക്കുന്ന ആളുകൾക്ക് ജോലി കിട്ടുന്നില്ല, മാക്സിമം ട്രൈ ചെയ്തിട്ടും ജോലി കിട്ടുന്നില്ല. ഇപ്പൊ ഈ പിൻവാതിൽ നിയമനം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഈ സർക്കാർ ജോലിക്കെല്ലാം.
അത് സർക്കാർ ജോലികളിൽ മാത്രമല്ല ഉള്ളത്. അത് ഈ കോർപ്പറേറ്റ് ലൈഫിലും ആ സംഭവം എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത ഒരു ജോലി, അത് എന്റെ എക്സ്പീരിയൻസും എന്റെ സ്കിൽസും എല്ലാം വെൽ അലൈൻഡ് ആയിട്ടുള്ള ഒരു ജോലി. അതിൽ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് ഡെയിലി വരുന്നത് റിജക്ഷൻ മെയിൽ മാത്രം. ഡെയിലി അല്ല, 2 ടൈം എനിക്ക് റിജക്ഷൻ വരും. അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് മൂവിങ് ഫോർവേഡ് വിത്ത് യുവർ അപ്ലിക്കേഷൻ എന്നുള്ളത്. സെയിം ജോലിക്ക് ആ കമ്പനിയുടെ ആ കമ്പനിയുടെ ബിൽഡിങ്ങിലെ കാറ്ററിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടിയ ആ ജോലി. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. വലിയ എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ഉണ്ട്. പുള്ളിക്കാരൻ BCA ആണ് കഴിഞ്ഞത്. പക്ഷെ അത് അയാൾക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. പക്ഷെ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് 2 to 4 years ഓഫ് എക്സ്പീരിയൻസ്. പക്ഷെ ഈ പുള്ളിക്കാരന് 2 to 4 years പോയിട്ട് 1 year ഓഫ് എക്സ്പീരിയൻസ് പോലും ഇല്ല. അങ്ങനത്തെ ഒരാളെ ആ ഒരു റോളിലേക്ക് ആ കമ്പനിയിലത്തെ ആരോ റെഫർ ചെയ്തിട്ട് ആൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം ലൈക്ക് ദാറ്റ് പിൻവാതിൽ നിയമനം. സത്യം പറയാലോ, അത്രയും നല്ല റെഫറൻസ് എല്ലാം കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളേനെ അത്രയും റെഫർ ചെയ്യാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ, അത്യാവശ്യം നമുക്ക് നല്ല ഇൻഫ്ലുവൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജോലി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ ചീഫ് ജസ്റ്റിസിന്റെ ആർക്കെങ്കിലും ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ബിക്കോസ് അയാൾക്ക് അത്രയും കണക്ഷൻസ് ഉണ്ടാവും. അയാളുടെ മക്കളെ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ജോലി വേണമെങ്കിലും നേടിക്കൊടുക്കാനുള്ള ഒരു കഴിവ് അയാൾക്ക് ഉണ്ടാവും. ഇപ്പം പിണറായി വിജയനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പുള്ളിക്കാരന്റെ മകളുടെ ഹസ്ബൻഡും എല്ലാം എത്ര നല്ല പൊസിഷനിലാണ്. അവർക്കൊക്കെ പറയാൻ മാത്രം എന്ത് എഡ്യൂക്കേഷൻ ആണ് ഉള്ളത്, ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്. ഈ പിണറായി വിജയൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് ഉള്ളത്? അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ, ഇത് കോൺട്രവേഴ്സി ആവുകയാണെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ ഭരിക്കുന്ന പല ആളുകൾക്കും അവർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത്? ഇപ്പൊ ഈ രാഷ്ട്രീയത്തിൽ പോണെങ്കിൽ ഇവരെ ഈ ഹ്യൂമാനിറ്റീസ് അതിൽ കുറെ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ. അതൊക്കെ ഇവര് പഠിച്ചിട്ടാണോ വരുന്നത്? ഇവരൊക്കെ ഒന്ന് മാറി തരുവാണെങ്കിൽ ഈ ക്വാളിഫിക്കേഷനും അതുപോലെ അതിലുള്ള എക്സ്പീരിയൻസ് അങ്ങനെ കാലിബർ വെച്ചിട്ട് ആൾക്കാരെ ഓരോ ജോലിയിൽ നിയമിക്കുകയാണെന്നുവെച്ചെങ്കിൽ ഓഫ് കോഴ്സ് ആർക്കും ഒരു യൂത്തിനും ഇവിടെ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അതുപോലെ ഈ അനാവശ്യമായ റെഫറൽസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ശരിക്കും ഇപ്പൊ എന്തൊക്കെ ഐട്രേഷൻസ് ഉണ്ട് ഒരു ജോലിക്ക് കിട്ടണമെങ്കിൽ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്, ടെക്നിക്കൽ റൗണ്ട്സ്, HR റൗണ്ട്സ്, ഇത്രയും ഐട്രേഷൻസ് ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒരു റെഫറൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങ് കയറി പോവാന്നുള്ളതാണ്. എനിക്ക് അതിനും മാത്രമുള്ള എന്താ പറയുക, ഇതൊന്നുമില്ല. എനിക്ക് അതിനും മാത്രമുള്ള ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. മാത്രമല്ല എനിക്ക് അതിന് താല്പര്യവും ഇല്ല. എൻഡ് ഓഫ് ദ ഡേ നമ്മൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. എനിക്ക് അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇത് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ റെഫറൻസ് ചോദിക്കുകയാണെങ്കിൽ പോലും എന്റെ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ വെൽ അലൈൻഡ് ആയിട്ടുള്ള കമ്പനീസിൽ മാത്രമാണ് ഞാൻ റെഫറൻസ് ചോദിക്കുക. കാരണം എനിക്ക് കണ്ടിന്യൂസ് റിജക്ഷൻ കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കും പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് റിജക്ഷൻ കിട്ടിയ ഒരു കമ്പനിയിൽ എനിക്കൊരാളെ റെഫർ ചെയ്തപ്പോഴത്തേനും ഡയറക്റ്റ് എനിക്ക് ഇന്റർവ്യൂ വന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അതിൽ കിട്ടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു MNC കമ്പനി ആയിരുന്നു. ആൻഡ് മൈ ക്വാളിഫിക്കേഷൻ വാസ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഡിപ്ലോമ മാത്രമുള്ള ഒരാൾക്കാരെ അവരുടെ പോളിസി അനുസരിച്ചിട്ട് അവർക്ക് ഹയർ ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് എനിക്ക് കിട്ടിയേരാം. അപ്പൊ അതൊക്കെയാണ്. അപ്പം ഈ ക്ലോൺ ഇമോജി ഇട്ടിട്ട് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിനെ എന്താ പറയാ താഴ്ത്തി കെട്ടുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആരും ചുമ്മാ ഇരിക്കുന്നൊന്നുമല്ല ഇവിടെ. ഞാനിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ ഞാൻ അതിൽ പെട്ട ഒരാളല്ല. അത് ഇമോഷണലി ഒരാളെ എത്രത്തോളം ബ്രേക്ക് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. മേ ബി അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. എല്ലാവരും ഒരേപോലെ ബുദ്ധിയുള്ളവരാവണം എന്നില്ല. കുറെ മന്ദബുദ്ധികളും ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഓക്കെ. പക്ഷെ അടുത്ത ഒരു എന്താ പറയാ, അത് നമ്മളതിനെ എത്ര ഹരാസ് അത്രത്തോളം നമ്മളതിനെ മെന്റലി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഇതാണ് ഇപ്പോ രൂപീകരിക്കപ്പെട്ട ആ CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളത്. അതിൽ എത്രയോ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്ത്, അൺഎംപ്ലോയിഡ് മാത്രമല്ല അല്ലാത്ത യൂത്തും അതുപോലെ കുറെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് CJP. ഓക്കെ, അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ആരേനും അങ്ങ് അടിച്ചമർത്തി താഴ്ത്തി കെട്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ആരും പെർഫെക്റ്റ് അല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്കത് വല്ലാണ്ട് ദേഷ്യം വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുത്തെ വന്ന് പറയുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.